2026 മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ക്രമക്കേടുകളെ തുടർന്ന് NTA റദ്ദാക്കിയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണങ്ങളെ തുടർന്നാണ് കേന്ദ്ര സർക്കാരും NTAയും പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചത്. ചോദ്യപേപ്പർ വലിയ തോതിൽ ക്രമക്കേടുകൾക്ക് വിധേയമായതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഏകദേശം 140 ചോദ്യങ്ങൾ നേരത്തെ ചോർന്ന ചോദ്യങ്ങളുമായി സാമ്യമുള്ളവയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ക്രമക്കേടുകൾ നടന്നതെന്ന് സംശയിക്കപ്പെടുന്നത്. കൂടാതെ ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരീക്ഷാ പേപ്പറിന്റെ സ്ക്രീൻഷോട്ടുകളും വീഡിയോകളും പ്രചരിച്ചതും പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. നിലവിൽ ഈ കേസ് സമഗ്രമായ അന്വേഷണത്തിനായി CBIക്ക് വിട്ടിരിക്കുകയാണ്. പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിലും NTA പ്രാഥമിക വിശദീകരണം നൽകിയിട്ടുണ്ട്. വീണ്ടും രജിസ്റ്റർ ചെയ്യണം വേണ്ട. 2026 മെയ്യിലെ പരീക്ഷയ്ക്കായി അപേക്ഷിച്ചവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പഴയ അപേക്ഷകൾ തന്നെ പരിഗണിക്കും. വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ അഡ്മിറ്റ് കാർഡുകൾ NTA നൽകും. മിക്കവാറും പഴയ പരീക്ഷ കേന്ദ്രങ്ങൾ തന്നെ തുടരാനാണ് സാധ്യതയെങ്കിലും അലോട്ട്മെന്റിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് പിന്നീട് അറിയിക്കും. പുനഃപരീക്ഷയുടെ തീയതി NTA ഉടൻ തന്നെ ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കും. പരീക്ഷ റദ്ദാക്കിയത് കാരണം ഉണ്ടായേക്കാവുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിദ്യാർത്ഥികൾ പുതിയ വിനോദങ്ങളിൽ ഏർപ്പെടുകയോ വായന തുടരുകയോ ചെയ്യണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഗ്യാപ്പ് ഇയർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേവലം ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി മാത്രമാകാതെ പഠനത്തിലെ വിടവുകൾ നികത്താനും പുതിയ കോഴ്സുകൾ ചെയ്യാനും അറിവ് വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകളിൽ വിശ്വസിക്കരുത്. കൃത്യമായ വിവരങ്ങൾക്കായി NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റും ചാനലും മാത്രം പിന്തുടരണമെന്നും NTA പറയുന്നു.